ഹലോ, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാമെന്നുള്ളതാണ്. ഈ ഫേഷ്യൽ ലേഡീസിന് മാത്രമല്ല ജെൻസിനും ട്രൈ ചെയ്യാവുന്നതാണ്. മുഖത്തെ കരിവാളിപ്പ് മാറാൻ മന്ത്ലി വൺസ് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ട്രൈ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. 4 സ്റ്റെപ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. ഞാൻ ഈ ഗുഡ് വൈബ്സിന്റെ പപ്പായ ഫേസ് മാസ്ക് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. വീട്ടിൽ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ഷുഗറും തക്കാളിയും ഒക്കെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ലെമണും ഷുഗറും ഇതൊക്കെ സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുമ്പോൾ സ്കിൻ എപ്പോഴും വെറ്റ് ചെയ്തിട്ട് മാത്രമേ സ്ക്രബ് ചെയ്യാവുള്ളൂ. ഞാനിപ്പോൾ ഈ മാസ്ക് ഒന്നുകൂടെ അപ്ലൈ ചെയ്യുന്നത് ഒരു തിക്ക് ലെയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് കഴുകി കളയുക. കുറേ ആൾക്കാർക്കൊക്കെ ഈ സ്ക്രബും മാസ്കും ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണിത്. വെറും 15 മിനിറ്റിൽ തന്നെ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടാൻ ഒരു ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. ഗുഡ് വൈബ്സിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ purple.com സാധാരണയായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. 50 ഗ്രാമിന് 165 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ മടിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്തോളൂ. എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ മടിയുള്ളപ്പോൾ ഞാൻ ഈ മാസ്കാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കറണ്ട് ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്രൊഡക്റ്റാണിത്. കണ്ടില്ലേ, വാഷ് ചെയ്തപ്പോൾ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയത്, നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും ഫേസിന്. ഇനി സ്റ്റെപ്പ് 2, ഇത് ഓപ്ഷണലാണ്. കാരണം ഈ ടൂള് ഇംപ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ എന്നെ പോലെ അവിടെ ഇവിടെയൊക്കെ സ്കാർസ് ഉണ്ടാവും. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ പണി കിട്ടാറുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത് മര്യാദയ്ക്ക് യൂസ് ചെയ്തോ. ഇതിപ്പോൾ യൂസ് ചെയ്തില്ലെങ്കിലും സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു പരിധി വരെ വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറയും. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ടീ സോൺ ഏരിയയിൽ എപ്പോഴും വൈറ്റ് ഹെഡ്സ് കൂടുതലാണ്. പിന്നെ എനിക്ക് ഇത് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഫേസൊക്കെ തൊട്ട് നോക്കുമ്പോൾ ബംബി ഫേസ് ആയിട്ടിരിക്കുന്നത് ഇറിറ്റേഷനാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും കുത്തിയെടുക്കും. ഫേസൊക്കെ നന്നായി ചോക്കും, പക്ഷേ സാരമില്ല, അതൊക്കെ പൊക്കോളും. പിന്നെ ഈ വൈറ്റ് ഹെഡ് റിമൂവർ എപ്പോഴും നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇനി സ്റ്റെപ്പ് 3, സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫേസ് മാസ്ക് എന്തായാലും അപ്ലൈ ചെയ്യണം. അത് വളരെ നല്ലതാണ്. കാരണം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ് ഒക്കെ ഓപ്പൺ ആവും. അതൊക്കെ ക്ലോസ് ചെയ്യാൻ എപ്പോഴും ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തൈരും കടലമാവും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് ഫേസിൽ നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ടീ സോൺ ഏരിയയിലും അതുപോലെ പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ള സൈഡിലുമൊക്കെ നന്നായിട്ട് തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുക. ഈ ഒരൊറ്റ ഫേസ് പാക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും കരിവാളിപ്പുകളും ഒക്കെ മാറി മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആവും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഹൈലൂറോണിക് ആസിഡ് ഷീറ്റ് മാസ്ക് ആണ് ഇടുന്നത്. എന്നിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് റിലാക്സ് ചെയ്യുക. ഞാൻ ഒരുപാട് ഷീറ്റ് മാസ്ക് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഹൈലൂറോണിക് ആസിഡിൻ്റെ ഷീറ്റ് മാസ്ക് ആണ്. കാരണം ഇത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും ഫേസിന്. ഇനിയിപ്പോൾ ഷീറ്റ് മാസ്ക് ഒന്നും ഇല്ലാത്തവർ ജസ്റ്റ് റോസ് വാട്ടർ വെച്ച് ഫേസ് ടോൺ ചെയ്തിട്ട് മോയ്സ്ചറൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹൈലൂറോണിക് ആസിഡിൻ്റെ സെറം ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുകയോ ചെയ്താൽ മതി. എനിക്ക് ഫേസ് നല്ല ഡീപ്പ് ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ അന്നത്തെ ദിവസത്തേക്കാൾ നെക്സ്റ്റ് ഡേ ഉള്ള സ്കിന്നാണ് നല്ല ബ്രൈറ്റ് ആയിരിക്കും. ഇത്രയും സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ എടുക്കാനുള്ള ലൈറ്റൊക്കെ പോയി. അപ്പോൾ ഓക്കെ, എന്തായാലും എല്ലാവരും ഈ ഫേഷ്യലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.